പഠിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യമാണ്. നഹൂം പ്രവാചക പുസ്തകം നഹൂം അതേതാണ് എന്നായിരിക്കും നോക്കുന്നത്. നഹൂം 2-ാം അധ്യായം 1-ാം വാക്യം. മതി. നഹൂം എന്ന പുസ്തകം ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ്. യെശയ്യാവും യിരെമ്യാവും ഹെസ്കേലും ദാനിയേലും വിലാപങ്ങൾക്കൊക്കെ ശേഷം ഉള്ള ചെറിയ പ്രവാചകന്മാർ ഹോശയ മുതൽ ആരംഭിക്കും. ഹോശയ, യോവേൽ, ആമോസ് തുടങ്ങി ഇങ്ങനെ വന്ന് നഹൂം. നഹൂം ആകെ 3 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. അതിലെ 2-ാം അധ്യായം 1-ാം വാക്യമാണ് നാം വായിച്ചു കേട്ടത്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ വളരെ അഹങ്കാരം നിറഞ്ഞവരും അക്രമാസക്തരുമായ നിനവേ നഗരത്തെ നോക്കിക്കൊണ്ട് നഹൂം പ്രവാചകൻ നടത്തിയ ഒരു പ്രവചനമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒരു ന്യായവിധിയുടെ പ്രവചനം എന്ന് വേണമെങ്കിൽ പറയാം. നിനവേ എന്ന പട്ടണത്തിന് ദൈവം അയക്കാൻ പോകുന്ന ഒരു ന്യായവിധിയെ കുറിച്ചുള്ള പ്രവചനമാണ് നഹൂം പ്രവാചക പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ നിനവേ പട്ടണത്തെ കുറിച്ച് ഇതിനു മുൻപും ദൈവത്തിന്റെ പ്രവചനം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവാചകൻ നിനവേ പട്ടണത്തിലേക്ക് പോയിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? ആരാണ് നിനവേക്ക് പോയ പ്രവാചകൻ? യോന പ്രവാചകനാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവാചകൻ പ്രവചിക്കുന്നതിനും ഏകദേശം 1 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് യോന പ്രവാചകൻ നിനവേ പട്ടണത്തിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വഴികേടുകൾ, നിങ്ങളുടെ തിന്മകൾ അവ വിട്ടുതിരിഞ്ഞില്ല എങ്കിൽ ദൈവം വലിയ ന്യായവിധി അയക്കും എന്ന് പറയും. വിട്ടു മനം തിരിഞ്ഞു വന്നാൽ ദൈവം അവരോട് ക്ഷമിക്കുന്നതിനെ കുറിച്ച് പങ്കുവെച്ചു. ആ ജനം ആബാലവൃദ്ധമാളുകൾ, രാജാക്കന്മാർ തൊട്ടങ്ങ് ഏറ്റവും ദരിദ്രർ വരെ, മൃഗങ്ങൾ അടക്കം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞപ്പോൾ ദൈവം ആ പട്ടണത്തിന് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുകയും ആ പട്ടണത്തെ ദൈവം പിന്നെയും തുടരാൻ അനുവദിക്കുകയും ചെയ്തു. പക്ഷെ എന്നാൽ നാളുകൾ പിന്നെയും മുൻപോട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഈ ജനം ദൈവം തങ്ങളോട് പൊറുത്തത്, അവരുടെ ന്യായവിധിയിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചതൊക്കെ അവർ മറന്നിട്ട് വീണ്ടും അവർ ദൈവത്തിന് വിരോധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. ദൈവത്തിന് ഹിതമല്ലാത്ത ജീവിത വഴികളിലൂടെ സഞ്ചരിച്ചു. ക്രൂരതയിലേക്ക് തിരിഞ്ഞു, വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു, ദുഷ്ടതയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ വളരെ തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമായി മാറി. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് നിനവേ. ഒരു സാധാരണ കൂട്ടമല്ല, അന്നത്തെ ഒരു സാമ്രാജ്യ ശക്തിയായി അവർ വളർന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. ആ സാമ്രാജ്യത്വ ശക്തിയുടെ കേന്ദ്രമാണ്, അതിന്റെ തലസ്ഥാന നഗരിയാണ് നിനവേ എന്ന് പറയുന്നത്. ആ നിനവയെ നോക്കി ദൈവം വീണ്ടും ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂത് നഹൂം പ്രവാചകനിലൂടെ പറയുകയാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിനവേക്കുള്ള മുന്നറിയിപ്പിന് പിന്നിൽ ദൈവജനത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ വേദഭാഗത്തുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവസഭയോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളതും ഇത് തന്നെയാണ്. ജാഗരൂകരാകുക, ഉണർന്നിരിക്കുക, അശ്രദ്ധരാകാതിരിക്കുക, നിങ്ങളുടെ ആത്മീക ജീവൻ സംരക്ഷിക്കുക എന്ന മുന്നറിയിപ്പാണ് ദൈവത്തിന് നമ്മളോട് പങ്കുവെക്കുവാനുള്ളത്. സ്തോത്രം. ഇതേ മുന്നറിയിപ്പിന്റെ മറ്റൊരു വേർഷൻ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പത്രോസ് താൻ ലേഖനം എഴുതിയപ്പോൾ 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പീൻ,
ചുറ്റി നടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നഹൂം പ്രവാചകൻ സ്തോത്രം നിനവെ പട്ടണക്കാരോട് അരുളി ചെയ്തപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്കെതിരെ ഒരു സംഹാരകൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ഭൗതിക എതിരാളിയായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ച് നമുക്കുള്ളത് സ്തോത്രം അക്ഷരികമായ അല്ലെങ്കിൽ മനുഷ്യരാകുന്ന എതിരാളികളല്ല, പിന്നെയോ സാത്താൻ സ്തോത്രം ആത്മീകമായ ഒരു ശത്രുവായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായി പത്രോസ് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. എന്നാൽ അന്ന് ആക്രമണകാരി മുന്നേറിയതുപോലെ ഇന്നും ആക്രമണകാരി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും ആസൂത്രണം ചെയ്യുന്നു, അവരിപ്പോഴും നിരീക്ഷിക്കുന്നു, അവരിപ്പോഴും പഴുതുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏത് വിധേനയും വാഗ്ദത്തമുള്ളവനെ ഇല്ലാതാക്കുവാൻ, ദൈവ പദ്ധതികളെ മറിച്ചു കളയുവാൻ, ദൈവിക നിയോഗമുള്ളതിനെ ഇല്ലാതാക്കുവാൻ ശത്രുഗണങ്ങൾ ഒന്നാകെ പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവസഭയോട് പറയുന്നു, ജാഗരൂകരാകുക, ഉണർന്നിരിക്കുക. സ്തോത്രം. നിങ്ങളുടെ ആത്മീക ജീവൻ സംരക്ഷിക്കുക എന്ന് ദൈവത്തിന് നമ്മളോട് പങ്കുവെക്കുവാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നഹൂം 2:1 നാം വായിച്ചത് പ്രകാരം കാണുന്ന മുന്നറിയിപ്പുകൾ ഈ കാലത്ത് നമ്മുടെ ആത്മീയ യുദ്ധവുമായി എങ്ങനെ നാം കോർത്തിണക്കി മനസ്സിലാക്കണം എന്നതാണ് തുടർന്നുള്ള അല്പനേരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം. നാം വായിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. എന്നിട്ട് അടുത്ത് പറയുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? കോട്ട കാത്തുകൊള്ളുക. ഗാഡ് ദ ഫോർട്രസ്. കോട്ട കാത്തുകൊള്ളുക. സ്തോത്രം. എന്താണ് ഈ കോട്ട എന്ന് പറഞ്ഞാൽ? കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്തോത്രം. ഒരു രാജ്യത്തിന്റെയോ അല്ലെ ഒരു ദേശത്തിന്റെയോ സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോട്ട. അല്ലെങ്കിൽ ഒരു നഗരത്തിന്റെ ഹൃദയമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. നമ്മുടെ ഈ വടക്കൻ മലബാറിൽ സ്തോത്രം കോട്ടകൾ ധാരാളമുണ്ട് അല്ലെ? സ്തോത്രം. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെയൊക്കെ നേതൃത്വത്തിലും ഉളവാക്കിയ ചരിത്ര പ്രസിദ്ധമായ കോട്ടകൾ മലബാറിന്റെ മണ്ണിൽ പലയിടത്തുമുണ്ട്. സ്തോത്രം. കണ്ണൂർ കോട്ടയുണ്ട്, തലശ്ശേരി കോട്ടയുണ്ട്, കാസർഗോഡ് ബേക്കൽ കോട്ടയുണ്ട് അല്ലെ? ഇങ്ങനെ കോട്ടകൾ ധാരാളമുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ള കോട്ടകൾ സ്തോത്രം അവരുടെ സൈനിക താവളമാണ്, അവരുടെ ഹൃദയ കേന്ദ്രമാണ്. ഏതൊരു ദേശത്തിന്റെയും ഹൃദയ കേന്ദ്രമായി വേണമെങ്കിൽ കോട്ടയെ കാണാൻ കഴിയും. അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന, അവരുടെ പ്രധാനികൾ ഒളിച്ചു താമസിക്കുന്ന, എല്ലാം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് കോട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറയുക, കോട്ട കാത്തുകൊള്ളുക. സ്തോത്രം. ഗാഡ് ദ ഫോർട്രസ്. നിന്റെ കോട്ട കാത്തുകൊള്ളുക. പുതിയ നിയമത്തിൽ ദൈവസഭയെ സംബന്ധിച്ച് വരുമ്പോൾ നമുക്കേതാണ് കോട്ട എന്ന് പറയുന്നത്? നമ്മെ സംബന്ധിച്ച് ഒരു കെട്ടിടമല്ല നമ്മുടെ കോട്ട. നമ്മുടെ കോട്ടയായി ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ആത്മീയ ജീവിതമാണ്, ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയ നിയമത്തിന്റെ അർത്ഥത്തിൽ ഞാൻ ആ കോട്ട കാത്തുകൊള്ളുക എന്നതിനെ കുറിച്ച് പറയുന്നു. ഹൃദയത്തെ കാത്തുകൊള്ളുക. സ്തോത്രം. ഗാഡ് യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് ഹൃദയത്തെ കാത്തു സൂക്ഷിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഹൃദയത്തെ കാത്തു സൂക്ഷിക്കേണ്ടത്? ബൈബിൾ പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സദൃശ്യവാക്യം 4-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഹൃദയമാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത്. സ്തോത്ര. ശത്രു ഹൃദയം പിടിച്ചെടുത്താൽ അവനെല്ലാം പിടിച്ചെടുത്തു. സ്തോത്ര. അല്ലെങ്കിൽ എവിടെയെങ്കിലും കോട്ട ആളുകൾ, ശത്രു രാജ്യങ്ങൾ തമ്മിൽ പഴയ കാലത്ത് യുദ്ധം നടക്കുമ്പോൾ കോട്ട പിടിച്ചെടുത്തെന്നറിഞ്ഞാൽ പിന്നെ സറണ്ടർ ചെയ്യുക എന്നേ ഉള്ളൂ. കാരണം അവരുടെ ആയുധങ്ങളും അവരുടെ സൈനിക ബലവും അവരുടെ എല്ലാ നിക്ഷേപങ്ങളും ശത്രു കൈക്കലാക്കിയിരിക്കുക. ഇനി സമ്പൂർണമായ കീഴടങ്ങളെ മുമ്പിലുള്ളൂ എന്നതുപോലെ പിശാച് നമ്മുടെ ഹൃദയം കവർന്നു എന്നാൽ നമ്മെ കീഴടക്കി എന്നാണ് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സാത്താൻ എപ്പോഴും ആക്രമിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പീഡനത്തിലൂടെ അല്ല.
സ്തോത്രം വലിയ ഉപദ്രവങ്ങളെ അയച്ചുകൊണ്ടല്ല, സ്തോത്രം ഭയപ്പെടുത്തിക്കൊണ്ടുമല്ല. പിന്നെയോ അവൻ പലപ്പോഴും ആക്രമിക്കുന്നത് നമ്മുടെ ഹൃദയ വിചാരങ്ങളിലൂടെയാണ്. സ്തോത്രം നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട്, നമ്മളെ വ്യതിചലിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ആകുലതകളെ സ്തോത്രം കൈപ്പിടിയിലാക്കിക്കൊണ്ട്, നമ്മുടെ കയ്പിനെ, നമ്മുടെ വെറുപ്പിനെ ഒക്കെ സ്തോത്രം നോക്കിക്കൊണ്ട്, നമ്മുടെ രഹസ്യ പാപങ്ങളെ, അതുപോലെ നമ്മുടെ നിരുത്സാഹങ്ങളെ, സ്തോത്രം നമ്മുടെ നിയമലംഘനങ്ങളെ, പ്രലോഭനങ്ങളെ ഒക്കെയാണ് സ്തോത്രം പിശാച് ആയുധമായി നമ്മുടെ മേൽ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോഴും എവിടെന്നെങ്കിലും ഒക്കെ എഴുന്നേറ്റ് വരുന്ന വാളും കുന്തവുമായിട്ട് വരുന്ന ശത്രുവിനെ നോക്കി നിൽക്കുന്നെങ്കിൽ ശത്രു അങ്ങനെ അല്ല വരുന്നത്. പിന്നെയോ നമ്മുടെ ഹൃദയത്തോടാണ് പ്രലോഭനങ്ങളെ കൊണ്ടുവന്നിട്ട്, നിയമലംഘനങ്ങളെ കൊണ്ടുവന്നിട്ട്, നിരാശകളെ കൊണ്ടുവന്നിട്ടിട്ട്, നിരുത്സാഹങ്ങളെ കൊണ്ടുവന്നിട്ട്, കയ്പുകളെ കൊണ്ടുവന്നിട്ടിട്ട്, വെറുപ്പുകളെ കൊണ്ടുവന്നിട്ടിട്ട്, ആകുല ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചുകൊണ്ട് പിശാച് നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു കള്ളൻ എങ്ങനെയാ ഒരു വീട് കക്കാൻ വരുന്നത്? നേരെ ഒരു കള്ളൻ വന്ന ഉടനെ ഫ്രണ്ടിലെ വാതിൽ കുത്തി തുറന്ന് അങ്ങനെയാണോ? അല്ല. ഒരു കള്ളൻ ഒരു വീട്ടിൽ വന്നാൽ അവനാദ്യം ആ വീട് ചുറ്റും നോക്കും, എവിടെയാണ് ഒരു ബലഹീന ഭാഗം. അവനധികം വലിയ വീടിന്റെ വാതിലൊന്നും വേണ്ട, ഒരു തുറന്നു കിടക്കുന്ന ജനൽപ്പാളി മതി കള്ളന്റെ അവസരത്തിന് വേണ്ടി. അവൻ നോക്കുന്നത് എവിടെയൊരു ജനൽപ്പാളിയെങ്കിലും തുറന്നു കിടക്കുന്നുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ സാത്താൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബലഹീനമായ, സുരക്ഷിതമല്ലാത്ത നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളെയാണ് സാത്താൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആകുലതകളെ ഒക്കെയാണ് പിശാച് സ്തോത്രം കൈവശമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. യേശു കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞ മുന്നറിയിപ്പ് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. യേശു പറഞ്ഞ് മത്തായി 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്നോട് പറയട്ടെ, ഇതിന്റെ സാഹചര്യം നമുക്കറിയാം. യേശു കർത്താവും ശിഷ്യഗണങ്ങളും ഇവിടെ ഗത്സമന തോട്ടത്തിലേക്ക് പോയി. 9 ശിഷ്യന്മാരെ എല്ലാം 8 ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ കൂട്ടിക്കൊണ്ട് യേശു കർത്താവ് ഗത്സമന തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറി. അവിടെ എത്തി കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ 3 ശിഷ്യന്മാരായ പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് അവിടെ ഇരുന്ന് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് യേശു വീണ്ടും മുൻപോട്ട് പോയി യേശു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതാണ് ഗത്സമനെ കാണുന്നത്. ഒരു സമയത്ത് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് യേശു എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കാൻ ഈ ജനത്തോട് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന കാര്യം, ഇവരിരുന്ന് ഉറങ്ങുകയാണ്. ഇവരിരുന്ന് ഉറങ്ങാൻ നേരത്ത് സ്തോത്രം യേശു അവരെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉറങ്ങാതെ സ്തോത്രം ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം, പ്രാർത്ഥിപ്പീൻ. അവരോടാണ് പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞത്. സ്തോത്രം. വീണ്ടും യേശു കർത്താവ് പോയി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ശിഷ്യഗണങ്ങൾ വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവരെ വീണ്ടും തട്ടി എഴുന്നേപ്പിച്ച് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹലോ, സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീ എന്ന് വീണ്ടും പറയുകയാണ്. ഇതിപ്പം പ്രാർത്ഥിക്കാൻ മാത്രമല്ല, പള്ളിക്കകത്ത് പോലും എനിക്കിപ്പോ വന്ന് ഓരോരുത്തരെ തട്ടി ഉണർന്നിരിക്കുക എന്ന് പറയേണ്ട സ്ഥിതിയിൽ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ വചനം പറയുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് യേശു പറഞ്ഞു. എന്താ കാര്യം? സ്തോത്രം. എന്താ കാര്യം? അവരുടെ മുൻപിൽ ഒരു പരീക്ഷയുണ്ട്. യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. അല്ലെങ്കിൽ പിന്നെ സംഭവിച്ചതെന്താ നമുക്കറിയാം. യേശുവിനെ വന്ന് യഹൂദന്മാർ വന്ന് പിടിച്ചു കൊണ്ടുപോകുകയാണ്. സ്തോത്രം. വലിയ സൈന്യബലം വന്നു. യൂദ വന്നവനെ ഉന്മ വെച്ച് ഒറ്റിക്കൊടുത്തു. സാഹചര്യങ്ങളെല്ലാം വന്നപ്പോ ഈ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ മുഴുവൻ ചിതറിയോടി. ആര് വിട്ടുപോയാലും ഞങ്ങൾ നിന്നെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞവരെല്ലാം ചിതറിയോടി. 4 പാടും അവർ ഓടി ഒളിക്കുകയാണ്. ഭയചകിതരായി പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ വീണുപോയത്? എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് തകർന്നു പോകാൻ കാരണം? പ്രലോഭനം വലുതായിരുന്നത് കൊണ്ടല്ല. ഹലോ, സ്തോത്രം. പ്രലോഭനം വളരെ ശക്തമായത് കൊണ്ടല്ല അവർ ആത്മീകമായി വീണത്. പിന്നെയോ പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവർ ഉറങ്ങിപ്പോയതാണ്. അതുകൊണ്ടാണ് അവർ വീണുപോയത്. സ്തോത്രം. ഹലോ, സ്തോത്രം. പ്രലോഭനം ശക്തമായത് കൊണ്ടല്ല, ശത്രുവിന്റെ വെല്ലുവിളി ശക്തമായത് കൊണ്ടല്ല അവർ വീണുപോയത്. പിന്നെയോ പ്രാർത്ഥിക്കേണ്ട നേരത്ത് പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറങ്ങിപ്പോയതാണ് അവരിവിടെ വീഴാൻ കാരണം. ഇന്ന് പകൽ ദൈവജനത്തോട് എനിക്ക് ഈ വചനത്തിലൂടെ വിളിച്ചു പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കേണ്ട നേരത്ത്, ഉപവസിക്കേണ്ട നേരത്ത്, കണ്ണുനീരൊടുക്കേണ്ട നേരത്ത് പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറക്കത്തിലേക്ക്, മറ്റ് ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോയാൽ വലിയ അനർത്ഥമാണ്, വലിയ വീഴ്ചയാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ സ്തോത്ര പ്രലോഭനങ്ങളിൽ വീഴാതിരിപ്പാൻ, ശത്രു ഒരുക്കിയ കണികളിൽ കുടുങ്ങി പോകാതിരിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, സ്തോത്ര പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ. പ്രിയപ്പെട്ട ദൈവഭക്തരെ, ജീവിതത്തിന് നേരെ ശത്രു കൊണ്ടുവരുന്ന വെല്ലുവിളിയുടെ മുൻപില് ഇന്ന് ഞാനും നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് പുറത്ത് കടക്കുവാൻ, ഒരു വിടുതൽ പ്രാപിക്കാൻ എനിക്ക് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യേശു പറഞ്ഞ ഈ വാക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്ക്. ഇന്നു മുതൽ നിന്റെ പ്രാർത്ഥനാമുറി ഉണർന്നു വരട്ടെ. ഇന്നു മുതൽ നിന്റെ പ്രാർത്ഥനാമുറി സജീവമായി തീരട്ടെ. ഉണർന്നു